ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളത്തിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇതൊരു ജോലി മാറുന്ന കാര്യമായിരിക്കും കേട്ടോ. നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു നല്ല ഓഫർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ ആലോചിക്കുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ ചിലർക്ക് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ഇതിലൊരു പുതിയ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒട്ടും അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ എനർജിയുമായിട്ട് ഒട്ടും തന്നെ ശരിയാകാത്തൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എനർജി. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇത് വിട്ടിട്ട് പോകാനും പറ്റില്ല, അവിടെ നിൽക്കാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു ചിന്തയുള്ള ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. നിങ്ങളുടെ കുറേ ആൾക്കാർക്ക് ഇത് നിങ്ങളെങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു സമയമാണ്. കുറേയധികം സ്ട്രഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് അത് റിലേഷൻഷിപ്പിലാണ്, ചില ആൾക്കാർക്ക് അത് നിങ്ങളുടെ കരിയറിലാണ്. ഈ റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റാതെ തരുന്നത് നിങ്ങളത് എങ്ങനെ ഓവർകം ചെയ്യും എന്ന് നിങ്ങൾക്കൊരു ചലഞ്ച് പോലെയാണ്. ഇപ്പം ഇത് എങ്ങനെയായിരിക്കും നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് വേണം നിങ്ങൾ ചിന്തിക്കാൻ. പിന്നെ നിങ്ങൾ ശരിക്കും ലൈറ്റ് വർക്കേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രഗിൾ തരുന്നതെല്ലാം നിങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു എന്ന് മറ്റുള്ളവരെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു സ്പിരിച്വൽ ടീച്ചർ ആകേണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യണം എന്നുള്ളതല്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മൾ ആ വഴി വരുന്ന പല ആൾക്കാർക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജനിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ വീണ്ടും ദുഃഖത്തിലിരിക്കുന്ന ആൾക്കാരെ ഒന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ ഒന്ന് കൈപിടിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ജന്മം എടുത്തിട്ടുള്ള കുറേ ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ എക്സ്പീരിയൻസ് തന്നാൽ മാത്രമേ അതിന്ന് നിങ്ങൾക്ക് പുറത്ത് കടന്ന് വേറൊരാളിന് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഡയറക്റ്റായിട്ട് ആ ഒരു മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു സമയം പ്രപഞ്ചം എന്താണ് നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം എന്താണ് നിങ്ങളോട് പറയുന്നത്, അത് നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കതിനുള്ള സമയം, പല ആൾക്കാർക്കും ഇതിനുള്ള സമയം ഇല്ലായിരിക്കാം. ഈ ഒരു കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയം ഇല്ലായിരിക്കാം. കാരണം എല്ലാവരും ഒരുപാട് ബിസിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചവുമായി ഒന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള മെസ്സേജസ് വേറെ ഒരു ഗൈഡൻസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടുമെന്നാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ കുറച്ച് ക്ഷമ കൂടി വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ കരിയറിലായാലും കുറേ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് എത്രമാത്രം ക്ഷമയുണ്ട് എന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നൊരു സമയം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങളൊന്ന് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കുള്ള ആ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്.
കാരണം ഈ ഒരു കാര്യം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പുറത്തിറങ്ങാൻ. അതിനുള്ള സമയം വഴിയേ വരും, ഒരുപാടൊന്നും താമസിയാതെ നിങ്ങളിലേക്ക് എത്തും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെയാണ് ഇന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങളൊരു ഹീലറാണ് എന്ന് എന്നെ കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി അങ്ങനെയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുകയും മറ്റുള്ളവരെ ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക. പലരും ഇത് പല കാര്യങ്ങൾ പഠിച്ച് പകുതിയാക്കി പോയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ മറ്റാർക്കും വേണ്ടിയിട്ട് ചെയ്യണ്ട, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് പെയിനിലിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്, പക്ഷേ അവർക്ക് അതിനുള്ള ഒരു മരുന്നും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും പഴയ നിങ്ങൾ ചെയ്തിരുന്ന ആ സ്പിരിച്വൽ വർക്ക് എന്താണോ, ചിലപ്പോൾ ചില ആൾക്കാർ പ്രാർത്ഥനകളായിരിക്കാം. ഈ പ്രാർത്ഥനകൾ കുറേ സ്ട്രഗിൾ വരുമ്പം പൂർണ്ണമായും സ്റ്റോപ്പ് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇത് ചിലപ്പോൾ ഇനി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ വരുന്നത്, കൂടുതൽ പ്രാർത്ഥിച്ചാൽ വീണ്ടും വീണ്ടും കുറേ പരീക്ഷണങ്ങൾ കിട്ടും എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥനകൾ നിർത്തി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അത് നമ്മളെ ക്ലെൻസ് ചെയ്യുന്നതാണ്. നമ്മൾ സ്പിരിച്വാലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മളെ ക്ലെൻസിങ് നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 10 വർഷം കൊണ്ട് അനുഭവിക്കേണ്ടത് ചിലപ്പോൾ ഒരു 10 മാസം കൊണ്ട് നമ്മൾ അനുഭവിച്ച് തീരും. അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഹീലിംഗ് ആകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, നിങ്ങൾ എന്ത് സ്പിരിച്വൽ വർക്കാണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ യോഗ ചെയ്തിരുന്ന ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്താണോ സ്റ്റോപ്പ് ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ്. ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കുകൾ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് നിങ്ങളത് ചെയ്യണത് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്, ഇഷ്ടമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഈ സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരോട് പറയാനുള്ളതാണ്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി എന്ന് പറയുമ്പം പെട്ടെന്ന് പ്രാർത്ഥനകളൊക്കെ ഫലിക്കും. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഈഗോ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും അത് ഇല്ലാതാക്കി കളയുക. സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ലൈറ്റ് വർക്കേഴ്സിന് ഈഗോ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ഒരു തരത്തിലുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജും സൂക്ഷിക്കാതിരിക്കുക. നമ്മളെ പറ്റിക്കുകയും നമ്മളെ ചതിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ആൾക്കാരോട് പൂർണ്ണമായും ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പം പറ്റാതെ നമുക്കിനി നന്മ വരാത്തത് എന്ന് ചിന്തിക്കരുത്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കി ഒന്ന് ചോദിക്കുക, എന്താണ് എൻ്റെ പ്രശ്നം? അപ്പം നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ പ്രശ്നം എന്താണ്, എന്ത് കാര്യമാണ് നിങ്ങൾ മാറ്റേണ്ടത് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. ട്രീ ഓഫ് ഫയറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യാത്രയാണ്. നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ യാത്രയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കൂടുതൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കുറച്ച് കൂടുതൽ വലുതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ്. ഇത് എങ്ങോട്ട് പോകണം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു. ഇത് കൂടുതൽ ഇന്നത്തേൽ ആദ്യം തന്നെ കൂടുതൽ നമ്മൾ കരിയർ സംബന്ധമായ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. 6 ഓഫ് ഫയറിൻ്റെ എനർജിയാണ്, 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാർ, നിങ്ങൾ വീണ്ടും ഓവർ തിങ്ക് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാനില്ല. നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആണ് വരാൻ പോണത് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എപ്പോഴാണ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എവിടെ സക്സസ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോടുള്ള ഒരു ആൻസറാണ്. നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പം ചില ആൾക്കാർക്ക് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഉള്ള ഫലം കിട്ടാം, അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇന്ന് സക്സസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു മൂല്യവും തരാതിരുന്ന ആൾക്കാർ, നിങ്ങൾ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ മുന്നിൽ ഇന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. കൂടുതലും ഇത് ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്
അങ്ങനെ നിങ്ങൾക്കൊരു സക്സസ് ആൻഡ് റെക്കഗ്നിഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. അത് ചിലപ്പോൾ ജോലി മാറ്റമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയാകാം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതായിരിക്കാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ഉറക്കം അളച്ചിരുന്ന് പഠിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരു കാര്യത്തിൻ്റെ അതിനൊരു സക്സസ് വരുന്നു എന്നാണ് കാണുന്നത്. അടുത്ത് നോക്കാം. 6 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിന് ഈക്വലായിട്ട് തന്നെ തിരിച്ച് കിട്ടും എന്നാണ് കാണുന്നത്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഈ 6 ഓഫ് പെൻറ്റാക്കിൾസ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ച് ദാനം ചെയ്യുന്നത്, ഉള്ളത് എത്രയായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും മറ്റുള്ളവരോട് പറയുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതും ഒരു നല്ല കർമ്മമാണ്. നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരോട്, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സഹായത്തിന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോടൊരു നല്ല വാക്ക് സംസാരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായാലും മതി, അങ്ങനെ ചെയ്യണം എന്നാണ്. 6 ഓഫ് എയറിൻ്റെ എനർജിയാണ്. ഇന്നൊരു ട്രാവലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും കുറേ ആൾക്കാർക്കും ഇത് ട്രാവലുണ്ട്. ചില ആൾക്കാർ ഒരു തീർത്ഥയാത്ര പോകുന്ന ഒരു എനർജിയാണ്. കുറച്ച് ദൂരെ പോകുന്ന ഒരു എനർജി ആയിരിക്കണം. ഇന്നൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ഇന്ന് ബോട്ടിലൊക്കെ കയറി എവിടെയെങ്കിലും പോകാനുള്ളൊരു ഇതുണ്ട്. പിന്നെ കുറേ നാളത്തെ ഒരു മെൻ്റൽ സ്ട്രെസ്സിന് ശേഷം നിങ്ങളൊന്ന് റിലീസാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഒരു പ്രതീക്ഷയുണ്ട്, ജീവിതത്തിലൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. നമുക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും, നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറും, അപ്പോൾ സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാകും എന്നൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് ഇന്ന് തോന്നും എന്നാണ് കാണുന്നത്. 10 ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് ഒരുപാട് ശരിക്കും ഒട്ടും റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ജോലി ചെയ്ത് ശരീരത്തിന് ഒരുപാട് ക്ഷീണം വന്ന് നിങ്ങൾ ഇൻബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഓവർ വർക്കിൻ്റെ സ്ട്രെസ്സാണ് കേട്ടോ കൂടുതലും. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കണമല്ലോ, ഇത് ചെയ്ത് തീർക്കാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ വന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരം പണിമുടക്കി തുടങ്ങി. അതൊന്ന് അങ്ങനെ തന്നെ ചിന്തിക്കുക. അപ്പം നമുക്ക് എന്ത് യന്ത്രമായാലും അതിന് ഒരു റെസ്റ്റ് വേണം. അപ്പം നിങ്ങൾ മനസ്സുകൊണ്ടും പണിയെടുക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾ പണിയെടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതിന് വേണ്ടുന്നത്ര കെയർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഒരു എക്സർസൈസ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കില്ല, ആവശ്യത്തിന് വേണ്ടത്ര ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടത്ര കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരം പണിമുടക്കി തുടങ്ങും. അതിൻ്റെ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുമായിരിക്കും. ഒരുപാട് ക്ഷീണവും തളർച്ചയും, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നലും, ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ഒക്കെ, തലയ്ക്കൊരു പെരുപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് കിടന്നാൽ മതി എന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ തന്നെ വരുത്തി വെക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യുക. എത്ര ബിസി ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പാമ്പർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം അത് എത്ര പ്രായമുള്ള ആൾക്കാരായാലും അത് ആഗ്രഹിക്കുന്നു. അപ്പം മറ്റുള്ളവർ നമ്മളെ പാമ്പർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നില്ലെങ്കിൽ, ഒന്ന് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ, നമ്മളോട് തന്നെ അത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ പാമ്പർ ചെയ്യുക. നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസം കുറച്ച് സമയം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അത് എത്ര തിരക്കുണ്ടെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മളുടെ സോളിന് തോന്നും. അപ്പോൾ അത് നേരെയാവും. പിന്നെ ശരീരത്തിന് ക്ഷീണമുള്ളവർ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, 1-2 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യേണ്ടതായിരിക്കുന്നു ഇന്നത്തെ ദിവസം. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങളെ മറ്റുള്ളവരാണ് നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
മറ്റുള്ളവരെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് മൂല്യം തരുന്നൊരു സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് മറ്റുള്ളവർ അംഗീകരിച്ച് തരുന്നൊരു സമയമാണ്. പക്ഷേ നമ്മളെ മനസ്സിലാക്കുക, നമുക്കൊരു മൂല്യം നമ്മൾ ആദ്യം കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് മൂല്യം കൊടുത്തില്ലെങ്കിൽ മറ്റാരും തരൂല കേട്ടോ, അത് മനസ്സിലാക്കുക. ട്രാൻസ്ഫർമേഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന്റെ സമയമാണ് എന്നുള്ളതാണ്. ആ പരിവർത്തനം വരുത്തേണ്ടത് നിങ്ങളാണ്. ഇപ്പം മറ്റൊരാൾ വന്ന് നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി തരും എന്ന് ചിന്തിക്കരുത്. മറ്റു വ്യക്തികൾക്ക് ആർക്കും യഥാർത്ഥത്തിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് മാറ്റം വരുത്തേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് റിയലൈസ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ കാരണം നമ്മൾ തന്നെയാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ അത് ചിന്തിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവർ നിമിത്തമാണ് എനിക്ക് ഈ വേദന വന്നത്, മറ്റുള്ളവർ വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രശ്നം വന്നതെന്ന് ചിന്തിക്കുന്നിടത്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്നും ആദ്യം അത് മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. നമ്മളുടെ എല്ലാ പ്രവൃത്തികളുടെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. അത് തെറ്റായാലും ശരിയായാലും ഒരിടത്തുനിന്നും ഒളിച്ചോടാതിരിക്കുക. നമ്മൾ ഒളിച്ചോടിയാൽ ഏതുവരെ ഓടും, അതാദ്യം മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ഒരു എസ്കേപ്പിസം കാണിക്കണതാണ്. ഇത് എൻ്റെ കുറ്റമല്ല, അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത് എന്നുള്ളത്. അങ്ങനെയൊന്നും അല്ല. മറ്റുള്ളവർക്ക് ആർക്കും ഒരു റോളും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നിന്നു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ ചതിക്കുന്നത്. അങ്ങനെ ഓരോ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിന്നാൽ ആർക്കും ആരെയും ഒരു പരിധിയിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് നമുക്കൊന്നും ഒരു പ്രശ്നവും വരാനും പോണില്ല. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റം വരുത്തേണ്ടുന്നതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മാത്രമാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ്. പേജ് ഫയറിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആലോചിച്ചിരുന്ന എന്തോ ഒരു കാര്യം അത് ഇന്ന് സക്സസ്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണെന്ന് കാണുന്നുണ്ട്. മജീഷ്യനാണ്. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്നത്. നമ്മളുടെ കഴിവുകളെ പോലെ തന്നെ നമുക്ക് എന്തൊക്കെയെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മളുടെ കഴിവുകളിൽ മാത്രമല്ല, നമ്മളുടെ നെഗറ്റീവ്സ് അറിഞ്ഞാൽ നമുക്ക് അതും ഒന്ന് മാറ്റാൻ പറ്റും. നമുക്കെല്ലാം തികഞ്ഞ ആൾക്കാരല്ല ആരും തന്നെ. നമ്മളുടെ കഴിവുകളിലും ഫോക്കസ് ചെയ്യുക, നമ്മളുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ, നമ്മളുടെ ജീവിതം സക്സസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് തന്നെ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ലൈഫ് സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം. കുറച്ച് ടീപ്പോട്ടാണ്. ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമ്മൺ ഓഫ് ദി സെയിം സെക്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ തന്നെ ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അവരോടൊപ്പം തന്നെ ഉള്ളൊരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഡീപ്പ്, വളരെ ആഴത്തിലുള്ളൊരു സൗഹൃദം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. റാബിറ്റാണ്. ടു മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക ഇന്നത്തെ ദിവസം. എന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളിലൊക്കെ പെട്ടുപോയി കഴിയുമ്പോൾ പിന്നീട് അത് നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കുക. ത്രോണാണ്. പൊസിഷൻ ഓഫ് അതോറിറ്റി. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പൊസിഷൻ കിട്ടും എന്നുള്ളതാണ്. ഇന്നൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഗോളിൽ എത്താൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ക്യാരറ്റാണ്. ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ അത് നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഓഗസ്റ്റ് മന്താണ്.
അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. മൗണ്ടെയിൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള സോളിൻ്റെ ഗൈഡൻസ് കൂടി നോക്കാം. എന്താണ് ഈ സമയം സോൾ നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം. എവേക്കൺ ദ മാജിക് ഓഫ് യുവർ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങളുടെ ഇമോഷൻ മനസ്സിലാക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇമോഷനെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് ആൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നൊരു കാര്യമായിരിക്കാം. അതെന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോളാണ്. ഡു നോട്ട് അലോ എനി വൺ ഓർ എനിത്തിങ് ടു സ്റ്റോപ്പ് യു എന്നുള്ള ആളാണ്. അപ്പം നിങ്ങളുടെ സോളിൻ്റെ പാത്ത് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ സോൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് ചെവിയോർക്കുക. നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സോൾ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സോളിൻ്റെ അതൊന്ന് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല, മറ്റാരെയും ഒരു കാര്യവും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാനോ ശരിക്കും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനോ ഒരാളെയും അനുവദിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളായിട്ടിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് മതിയാക്കുക. കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ, പൂർണ്ണമായും നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ വെറുതെ മറ്റുള്ളവരെ ശരിക്കും ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് ശരിയാണെന്ന് പറയുന്നത് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. നമുക്കിപ്പം ആരെയും എതിർത്തില്ലെങ്കിലും നമ്മൾ ശരിക്കും അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അവർ ചെയ്യുന്ന ചിലപ്പോൾ മോശം കാര്യങ്ങളും അവർക്ക് വിഷമം വേണ്ട, അല്ലെങ്കിൽ അവരെ എന്നെ സ്നേഹിക്കൂലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ മറ്റൊരാളെയും അനുവദിക്കാതിരിക്കുക. ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ് ആണ്. ബി ബ്രേവ് ആൻഡ് ബി യുവർ സെൽഫ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളായിരിക്കാനാണ്. അപ്പം മറ്റുള്ളവരെ ഇതിൽ സെയിം ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ധൈര്യം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ശരിക്കും ധൈര്യത്തോടെ പെരുമാറാനാണ്. നിങ്ങളായിരിക്കാൻ ശ്രമിക്കാനാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ മറ്റാരെയും കോപ്പി അടിക്കാതിരിക്കുക. മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് മറ്റുള്ളവർ ചെയ്യുന്നതല്ല. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളായിരിക്കാനാണ്. അപ്പോൾ നിങ്ങളായിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് കണ്ടുപിടിച്ച് നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക. അതിന് കുറച്ച് ധൈര്യം വേണം എന്നാണ് കാണുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ധൈര്യം സംഭരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.